കോൺഗ്രസ് പാർട്ടി വിട്ട NS നുസൂറിനെ ഇടതുപാളയത്തിലെത്തിക്കാൻ നീക്കം. CPM-ന്റെ മുതിർന്ന നേതാക്കൾ നുസൂറുമായി സംസാരിച്ചിരിക്കുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷനും ദേശീയ കമ്മിറ്റി അംഗവുമായിരുന്ന നുസൂർ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നുള്ളതാണ് സൂചന. AK സ്റ്റെഫിൻ വിവരങ്ങളുമായി ചേരുകയാണ്. സ്റ്റെഫിൻ, ഈ വിമതപാളയത്തിലേക്ക് നീങ്ങുന്ന ആളുകൾ കൂടുവിട്ട് മറ്റൊരു കൂട് ചേക്കേറുന്ന ആളുകളൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു ഓരോ ദിവസം കഴിയുന്തോറും എന്നുള്ളതാണ്. നുസൂറിന്റെ കാര്യത്തിൽ ഇപ്പൊ എന്താ? പക്ഷേ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ വലിയ പൊട്ടിത്തെറികളാണ് സംസ്ഥാനത്തുടനീളം ഉണ്ടായത്. പുനലൂർ അടക്കം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായിട്ടാണ് തിരുവനന്തപുരത്ത് നുസൂറിന്റെ പ്രതികരണം ഉണ്ടായത്. പ്രത്യേകിച്ചും വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് അതിരൂക്ഷമായിട്ടുള്ള ഭാഷയിൽ കോൺഗ്രസിന്റെ നേതാക്കൾക്കെതിരെ വലിയ വിമർശനങ്ങളാണ് നുസൂർ പറഞ്ഞത്. പ്രത്യേകിച്ചും KC വേണുഗോപാൽ കോൺഗ്രസിന്റെ അന്തകനാണ്. ഈ പട്ടിക വേണുഗോപാലിന്റെ രീതിയിൽ അദ്ദേഹത്തിന് ആഗ്രഹമുള്ളവരെ തിരികെ കയറ്റുന്ന തരത്തിലുള്ള പട്ടികയാണ്. തനിക്ക് സീറ്റ് നിഷേധിക്കാൻ കാരണം വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള വിമർശനം പറഞ്ഞുകൊണ്ടാണ്, മിശ്ര വിവാഹം എന്ന് പറഞ്ഞുകൊണ്ടാണ് സീറ്റ് നിഷേധിച്ചത് തുടങ്ങി ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു. ഒപ്പം തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം SDP-യുമായി കൂട്ടുചേർന്ന് ആണ് എന്ന ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങളും ഉണ്ടായിരുന്നു. അതിൽ വാർത്താ സമ്മേളനത്തോടു കൂടി തന്നെ നുസൂർ കോൺഗ്രസിൽ നിന്ന് പുറത്തേക്കാണ് എന്നൊരു ധ്വനി അതിലെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഏതായാലും CPM അതൊരു വിസ്മയമാക്കി മാറ്റാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നുസൂറുമായി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം CPM-ന്റെ നേതാക്കളെല്ലാം ചർച്ച നടത്തിയിരുന്നു. ഇന്നൊരു പക്ഷേ AKG സെന്ററിലെത്തി നുസൂർ CPM-ലേക്ക് ചേരാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. ഏതായാലും അവസാന ഘട്ടത്തിൽ ഇങ്ങനെ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പലതരത്തിൽ VD സതീശനൊക്കെ നേരത്തെ പറഞ്ഞിരുന്നത് വിസ്മയങ്ങളെക്കുറിച്ചാണ്. CPM-ൽ നിന്നും ഇടതുപക്ഷത്തു നിന്നുമൊക്കെ ആളുകൾ കോൺഗ്രസിലേക്ക് വരുന്നതിനെ കുറിച്ചാണ്. അവിടെയാണ് യൂത്ത് കോൺഗ്രസിന്റെ ഉപാധ്യക്ഷനായ ഒരു നേതാവ് CPM-ലേക്ക് എത്തുന്നത്. അതിന് വളരെയധികം രാഷ്ട്രീയ പ്രാധാന്യം ഈ ഘട്ടത്തിൽ ഉണ്ട്.